ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും യാചകർ നമ്മുടെ അടുത്ത് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ ചിലർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും, പ്രഥമ ദൃഷ്ടി നമ്മൾ നോക്കുമ്പോൾ. മറ്റു ചിലർ അംഗവൈകല്യമുള്ളവരോ അതുപോലുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഭിക്ഷ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? കൊടുക്കണോ വേണ്ടേ? അതിൻ്റെ ഒരു മാനദണ്ഡം നമ്മൾ അർഹതയുള്ളവർക്ക് കൊടുക്കണം. അതെങ്ങനെയാണ്? ഇപ്പോൾ പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവർക്ക് നമ്മൾ ഭിക്ഷ കൊടുക്കുന്നത് ന്യായമാണ്. കാരണം അവർക്ക് വേറെ മാർഗമില്ല, അവർക്ക് ഉപജീവനം. നല്ല ആരോഗ്യമുണ്ട്, തണ്ടും തടിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതിലൂടെ ആ ഒരു യാചകനായിട്ടുള്ള ഒരു ജോലിയായിട്ട് ഏറ്റെടുത്ത് അതിലൂടെ വരുമാനം കണ്ടെത്തി ജീവിക്കാൻ എന്നൊക്കെ അവർ മടിയന്മാരായി തീരും. അങ്ങനെ സംഗതിയുണ്ട്. അതുകൊണ്ട് വിവേചനം ഉപയോഗിക്കുന്നത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അതിന് പങ്കുകാരാണ്. ഈ ഭിക്ഷ കൊടുക്കുന്ന ഓരോരുത്തരും അർഹതപ്പെട്ട ആളാണെങ്കിൽ കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. ഇനി പലപ്പോഴും വിശക്കുന്നു എന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ടാവും, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ്. അപ്പോൾ കഴിയുമെങ്കിൽ അവർക്ക് നേരത്തെ ഭക്ഷണം കഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഉചിതം, വിശക്കുന്നു എന്ന് പറയുന്നതാണെങ്കിൽ. അതല്ല, പൈസയാണെങ്കിൽ നമ്മൾ ഒരു രൂപ 2 രൂപയൊക്കെ ഭിക്ഷ കൊടുത്തിട്ടുണ്ടാ പ്രയോജനമുള്ളതാണ്. വിശക്കുന്ന ഒരാൾക്ക് അത് കൊടുത്തിട്ട് പ്രയോജനമില്ലല്ലോ. അപ്പോൾ അത് ജെന്യൂനാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവരുടെ മട്ടും ഭാവവും ശാരീരിക ഭാഷയിൽ നിന്നെല്ലാം നമുക്ക് കുറേ അത് വിവേചിച്ചറിയാൻ തക്കണം കഴിയും. അപ്പം അങ്ങനെ അർഹതയുള്ളവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കുന്നത് ന്യായമാണ്. അപ്പോൾ ഒരു 10 രൂപയോ അല്ലെങ്കിൽ 20 രൂപയോ ചായ കുടിക്കാനുള്ള പൈസ നമുക്ക് കൊടുക്കാമല്ലോ, അല്ലേ? ഒരു പൊറോട്ടയോ ഒരു ചായയും കുടിക്കാനുള്ള പൈസ ന്യായമാണ്. എന്നാൽ നല്ല ആരോഗ്യമുണ്ട്, തണ്ടും തടിയുണ്ട്, കുഴപ്പമില്ല, നടപ്പിനും കുഴപ്പമില്ല, ശാരീരികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതില്ല. അത് നിരുത്സാഹപ്പെടുത്തണം. കാരണം നമുക്ക് എത്രയോ യാചകരാണ് പിന്നീട് മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വത്ത് പിന്നീട് ഗവൺമെൻറ് കണ്ടെത്തി കോടിക്കണക്കിന് രൂപ. പലപ്പോഴും ബോംബെയിലൊക്കെ ഈ അടുത്ത കാലത്ത് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് വന്നത്, എത്ര കോടി രൂപയാണെന്നറിയാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ഈ യാചകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതൊരു ബിസിനസ്സായിട്ട്, തൊഴിലായിട്ട് കണ്ടെത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. അർഹതയുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമായ സംഗതിയാണ്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളെയോ, ഇപ്പോൾ കരൾ മാറ്റിവെക്കൽ, കിഡ്നി മാറ്റിവെക്കൽ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പേപ്പറുകളിലൊക്കെ ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ടൊക്കെ കാണാറുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ദീർഘകാലത്തേക്കുള്ളൊരു ഭാവിയും ജീവിതമുണ്ട്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ ഒരു സംഗതി കൊടുക്കുന്നത് ന്യായമായിരിക്കും. നമ്മളെ കഴിയുന്ന ഒരു സംഭാവന. അപ്പോൾ ഒത്തിരി പേര് ചേർന്ന് അങ്ങനെ ഒരു സംഭാവന കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മതി അവർക്ക് അവരുടെ ഒരു ജീവൻ രക്ഷപ്പെട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് കളയുന്നത് ന്യായമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മളെ കഴിയുന്നൊരു സംഭാവന, അപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഒരു ഊണ് നന്നായിട്ട് സ്പെഷ്യലൊക്കെ കൂട്ടി ചോറിന് തന്നെ 100 രൂപ 150 രൂപയൊക്കെ ആകുമല്ലേ? അപ്പോൾ ഒരു നേരത്തെ നമുക്ക് വേണമെങ്കിൽ ത്യാഗം ചെയ്തിട്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരുപക്ഷെ ചികിത്സാ സഹായം അടിയന്തരമായിട്ട് ആവശ്യമുള്ള ചെറുപ്പക്കാരായ ചില വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാൻ കഴിയും. ചെറുപ്പക്കാർ മാത്രമല്ല, മുതിർന്നവരുടെയും ജീവന് വിലയുള്ളതാണ്. ഞാൻ ആ അർത്ഥത്തിലല്ല സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഭിക്ഷ കൊടുക്കുന്നതും ഇങ്ങനെയുള്ള സംഭാവനകൾ കൊടുക്കുന്നതും തീർച്ചയായിട്ടും നമ്മൾ വിവേചനം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു സംഗതി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ പ്രദാനം ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതിലോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വലിയ കമൻറ്റുകളിലും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.